കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവരുടെ ഇമിഗ്രേഷൻ നയങ്ങളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ ലക്ഷ്യം കാനഡയിൽ പഠിക്കാൻ പോകുന്നത് മാത്രമല്ല, അവിടെ ഒരു സ്ഥിര ജോലി കണ്ടെത്തുക എന്നതാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെ അറിയണമെന്ന് ചോദിച്ചാൽ, എന്താണ് ഈ എക്സ്പ്രസ് എൻട്രി, എന്താണ് ഈ FSW, എന്താണ് ഈ കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ, എന്താണ് ഈ CRS പോയിന്റ്, എങ്ങനെയാണ് എലിജിബിലിറ്റി പോയിന്റ് 100 നിന്ന് 67 പോയിന്റ് നേടാൻ സാധിക്കുക, ഈ എക്സ്പ്രസ് എൻട്രിയിൽ നിന്നും എങ്ങനെയാണ് പ്രൊഫഷണൽസിനെ കാനഡ ഫെഡറൽ ഗവൺമെൻറ് ഡ്രോയിലൂടെ വിളിക്കുന്നത്, അത് എത്ര ഡ്രോ നടന്നിട്ടുണ്ട്, അതിൻ്റെ CRS സ്കോർ എത്രയൊക്കെയാണ്, എങ്ങനെയാണ് ഒരു ആൾ ഇൻവിറ്റേഷൻ ടു അപ്ലൈ കഴിഞ്ഞിട്ട് COPR കൺഫർമേഷൻ ഓഫ് പെർമനന്റ് റെസിഡൻസിയിലേക്ക് മൂവ് ചെയ്യേണ്ടത്, കാനഡയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ പ്രൊവിൻസ് തന്നെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് PNP എന്ന് പറയുന്നത്. കണക്കുകൾ നോക്കിയാൽ ഏറ്റവും അധികം മലയാളി പ്രൊഫഷണൽസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പാത്വേ ആണ് PNP എന്ന് പറയും. കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ പോലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലല്ല PNP വർക്ക് ചെയ്യുന്നത്. അത് ആളുകളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഷോർട്ടേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് കാനഡയുടെ പ്രോവിൻസുകൾ ഇൻട്രൊഡ്യൂസ്. പ്രോവിൻസിലേക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിനെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നും, പ്രോവിൻസ് ഇങ്ങോട്ട് നമ്മളെ നോമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. PNBയിലൂടെ കിട്ടുന്നതായ PR-ലും FSW കിട്ടുന്ന PR-ന്റെ ബെനിഫിറ്റ്സ് ഒന്ന് തന്നെയാണ്, നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് തന്നെയാണ്. ഗുഡ് മോർണിംഗ്. പറക്കാം സ്വപ്ന രാജ്യത്തേക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംസ്റ്റർ ഇമിഗ്രേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു പ്രോഗ്രാം CEIPയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെക്കൻഡ് പ്രോഗ്രാമായ PNPയെ പറ്റിയാണ്. അതിനെപ്പറ്റി നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ആംസ്റ്റർ ഇമിഗ്രേഷൻ ജനറൽ മാനേജർ ആൻഡ് ഇമിഗ്രേഷൻ എക്സ്പെർട്ട് അജു കെ മാത്യു സർ. ഹായ് സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ നമ്മൾ നേരെ സ്ട്രേറ്റ് ടു ദ പോയിന്റ്. PNP, വാട്ട് ഇസ് PNP? ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നല്ല റെസ്പോൺസാണ് ആദ്യം പറയണമല്ലോ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും നല്ല രീതിയിൽ ആളുകൾ അത് മനസ്സിലാക്കി, അതിനെപ്പറ്റി ധാരാളം സംശയങ്ങളൊക്കെ ചോദിച്ച് ആംസ്റ്ററിൻ്റെ കോൺടാക്റ്റിലൊക്കെ അല്ലെങ്കിൽ ഇമെയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ പ്രേക്ഷകർ. അപ്പം PNP ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് PNP. നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് വളരെ സീരിയസ് ആയിട്ട് കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് PNPയെ പറ്റി വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്താണ് PNP എന്ന് ചോദിച്ചാൽ, പ്രൊവിൻഷ്യൽ നോമിനേഷൻ. കാനഡയിലെ പ്രധാനപ്പെട്ട 10 പ്രൊവിൻസിലേക്കും കാനഡയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ പ്രൊവിൻസ് തന്നെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് PNP എന്ന് പറയുന്നത്. 2022-24 ഏറ്റവും അധികം മലയാളി പ്രൊഫഷണൽസ് കാനഡയിൽ കുടിയേറിയിട്ടുള്ള അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസിയോടുകൂടി മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് PNP എന്ന് പറയുന്നത്. അപ്പോൾ PNP പ്രൊവിൻസിലേക്ക് കാനഡ അട്രാക്റ്റ് ചെയ്യുകയാണ് പ്രൊഫഷണൽസിനെ. അപ്പോൾ നിങ്ങൾക്ക് കാനഡയിലേക്ക് മൂവ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഡിസ്കസ് ചെയ്തിട്ടുള്ള FSW മാത്രമല്ല, കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ മാത്രമല്ല, PNPയും ഏറ്റവും നല്ലൊരു പാത്വേ ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2022 and 24 വരെ കണക്കുകൾ നോക്കിയാൽ ഏറ്റവും അധികം മലയാളി പ്രൊഫഷണൽസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പാത്വേ ആണ് PNP എന്ന് പറയുന്നത്. ഈ PNP എന്ന പ്രോഗ്രാം ഏതൊക്കെ കാറ്റഗറി പ്രൊഫഷണൽസിന് ആക്സസ് ചെയ്യാൻ പറ്റും? പ്രൊവിൻഷ്യൽ നോമിനേഷൻ ഇന്ന കാറ്റഗറി എന്ന് മാറ്റി വെച്ചിട്ടില്ല. അതായത് പ്രൊവിൻസിലെ ഈ പ്രൊഫഷണൽസിൻ്റെ അല്ലെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് അനുസരിച്ച്, അതായത് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏതൊക്കെ പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒന്റാരിയോ ഈ കഴിഞ്ഞ ജനുവരി അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അവിടുത്തെ ഹെൽത്ത് കെയർ മേഖലയിലുള്ള ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്റാരിയോ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകളെ, ഏകദേശം ഒരു 10,000 എബോവ് മൈഗ്രൻസിനെ, അതിലേറ്റവും അധികം മലയാളികളാണ്, അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചത് ആംസ്റ്റർ ഇമിഗ്രേഷനാണ്. കഴിഞ്ഞ മാസങ്ങളിലൂടെ ഈ ധാരാളം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അതിനകത്ത് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏകദേശം 20-28ഓളം കേരളത്തിൽ നിന്നുള്ള കാറ്റഗറി അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ, ഡെൻറ്റിസ്റ്റുകൾ ധാരാളം കാനഡയിലേക്ക് ഈ ഒന്റാരിയോയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു, ഫാർമസിസ്റ്റുകൾ മൈഗ്രേറ്റ് ചെയ്തു, ഹെൽത്ത് കെയർ മാനേജേഴ്സ് മൈഗ്രേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഓഡിയോളജിസ്റ്റ് മൈഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ധാരാളം പ്രൊഫഷണൽസ്, ഏകദേശം നമ്മൾ പറഞ്ഞ 28ഓളം കാറ്റഗറിയിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ കാനഡ സ്വീകരിച്ചു. അത് ഒന്റാരിയോ പ്രൊവിൻസാണ് അവരെ നോമിനേറ്റ് ചെയ്തത്. ഓക്കെ, അതിൽ തന്നെ IT പ്രൊഫഷണൽസിന് അവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു കഴിഞ്ഞപ്പോൾ.
ഇനിയും ഇപ്പം അടുത്തൊരു ഇപ്പം ആൽബർട്ട പ്രോവിൻസ് അവിടെയൊക്കെ ഇനി എഞ്ചിനീയറിംഗ് സിവിൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സിന് ഷോർട്ടേജ് വരികയാണ്. സോ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇനി BC ടെക് പ്രോഗ്രാം എന്ന് ധാരാളം പ്രോഗ്രാമുണ്ട്. അപ്പോൾ അവർ ഇനി ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അതും IT-കാർക്കാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പം അങ്ങനെ ഏതൊക്കെ പ്രൊഫൈൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് സ്കിൽ ഷോർട്ടേജ് ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള പ്രൊഫഷണൽസിനെയാണ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അപ്പോൾ കാനഡയിലേക്ക് ഈ പറയുന്ന കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ പോലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലല്ല PNB വർക്ക് ചെയ്യുന്നത്. അത് ആളുകളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഷോർട്ടേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് കാനഡയുടെ പ്രോവിൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ PNB പറ്റി നമുക്ക് കിട്ടിയ വേറെ ഇൻഫർമേഷൻ ആണ് ഇപ്പം IELTS CRS സ്കോർ കുറഞ്ഞാലും PNB നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. അതിനെപ്പറ്റി എന്താണ് സാർ പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ ഞാനും പല ആളുകൾ അത് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഏറ്റവും കുറഞ്ഞ സ്കോർ കൂടിയ സ്കോർ അങ്ങനെതല്ല. എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രോവിൻസുകളും ഡിസൈഡ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഒൻറ്റാരിയോ തന്നെ എടുക്കട്ടെ. ഒൻറ്റാരിയോയിൽ ഇപ്പോൾ 320 ഒക്കെ ഉള്ള നേഴ്സസിനൊക്കെ അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റുകൾ മുതലുള്ള ഡെൻറ്റിസ്റ്റുകളെയൊക്കെ അവർ സ്വീകരിച്ചു. ബിലോ 400 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോഗ്രാമിൽ അവർ CRS ചൂസ് ചെയ്തിരുന്നത്. ചില സമയത്ത് ഒൻറ്റാരിയോ തന്നെ എബോവ് 400 ചൂസ് ചെയ്യാറ്, അത് മുകളിലുള്ളവരെ ആയിരിക്കും വിളിക്കാറ്. അപ്പോൾ ഗവൺമെൻറ് പ്രോവിൻസ് എടുക്കുന്ന തീരുമാനം, അപ്പോൾ ഇന്ന പ്രോവിൻസിലേക്ക് ഇത്ര സ്കോർ മതി നിങ്ങൾക്ക് പോകാം, അങ്ങനല്ല. നമ്മൾ മാക്സിമം സ്കോറിന് വേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾ മാക്സിമം സ്കോർ എടുത്ത ശേഷം കാനഡയുടെ പ്രൊവിൻഷ്യൽ നോമിനേഷന് വേണ്ടിയുള്ള പ്രോസസ്സിൽ പങ്കാളിയാകുക. നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ആളുകളെ, നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആളുകളെ അവിടെ ഷോർട്ടേജ് ലിസ്റ്റിലുണ്ടെങ്കിൽ ഗവൺമെൻറ് നിങ്ങളെ നോമിനേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഈ കുറഞ്ഞ സ്കോർ മാത്രം കാത്തിരിക്കാതെ നിങ്ങൾക്കൊരു നോർമലി നിങ്ങൾ കാനഡയിലേക്ക് പോകാനുള്ള എക്സ്പ്രസ് എൻട്രി FSWനുള്ള സ്കോറിൽ തന്നെ നിങ്ങൾ എത്താൻ ശ്രമിക്കുക. അത് ഓക്കെ, നിങ്ങൾക്ക് പല ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ IELTSന് നിങ്ങൾ ഉദ്ദേശിച്ചൊരു സ്കോർ കിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കത് ഫയൽ ചെയ്യാം, പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. സ്കോർ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പ്രൊവിൻസുകൾ അവരുടെ ഈ പറയുന്ന ഡിമാൻഡ് അനുസരിച്ച് കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ആളുകളെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊവിൻഷ്യൽ നോമിനേഷന് വേണ്ടി ക്ഷണിക്കുന്നത്. സോ ഈ PNB പ്രോഗ്രാമിലൂടെ ഇപ്പം എൻ്റെ ഒരു വിഷ് എന്ന് പറയുന്നത് ഒൻറ്റാരിയോയിൽ IT ഫീൽഡിലോട്ട് അപ്ലൈ ചെയ്യണമെന്നാണ്. അങ്ങനെ നമുക്ക് അഡമൻ്റ് ആയിട്ട് ഒരു പ്രൊവിൻസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി നമ്മളല്ല തീരുമാനിക്കേണ്ടത്. നമ്മളെ നോമിനേറ്റ് ചെയ്യേണ്ടത് ആ പ്രോവിൻസ് ആണ്. ഓക്കെ, അതിന് പല കാറ്റഗറി ഉണ്ട്. ഒന്ന് നിങ്ങളുടെ ഈ പറയുന്ന CRSൻ്റെ ബേസിലാവാം, നിങ്ങളെ ഏതെങ്കിലും ബ്ലഡ് റിലേഷൻ അഡാപ്റ്റബിലിറ്റിയുടെ ബേസിലാവാം. ഇനി എബോവ് 400 സ്കോർ ഉള്ളവരെ ആയിരിക്കും വിളിക്കുക. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരെ ആയിരിക്കും വിളിക്കുക. ഇങ്ങനെ ഗവൺമെൻറ് ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടത് അത്യാവശ്യം ആളുകളെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇതേ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെ അവർ ആവശ്യക്കാരെയൊക്കെ അവർ നോമിനേറ്റ് ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന പ്രോവിൻസ് മാത്രം എനിക്ക് പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് അങ്ങോട്ട് പറയുക നിങ്ങളെ ഇന്ന പ്രോവിൻസിലേക്ക് എനിക്ക് ഉറപ്പായും PNB വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇത് PNB വാങ്ങിത്തരുന്നൊരു പ്രോസസ്സല്ല. 100 കണക്കിന് പ്രൊഫൈലുള്ളവരിൽ നിന്നും നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിന് ഈ പറയുന്ന ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ഒന്നിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഗവൺമെൻറ് ഇങ്ങോട്ട് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റും നൽകുകയാണ് പതിവ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, കാത്തിരിക്കുക, എന്നിട്ട് അതിനു വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമായി സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന ഒൻറ്റാരിയോ മാത്രമേ എനിക്ക് പോകാൻ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ അത് വ്യർത്ഥമായി പോവും. ചിലപ്പോൾ അത് സക്സസ് ആവും എന്ന് ഇപ്പോൾ എപ്പോഴും 50-50 ചാൻസേ അതിന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ കാനഡയ്ക്കുള്ള ബാക്കിയുള്ള 10 പ്രോവിൻസുകൾ നിങ്ങൾ എപ്പോഴും വെരിഫൈ ചെയ്യുക. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുക. സർ മെൻഷൻ ചെയ്തു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. സോ എന്താണ് ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്? ഓക്കെ, ഞാൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൻ്റെയും എൻ്റെ ലാംഗ്വേജ് സ്കില്ലിൻ്റെയും അത് IELTS ഡോക്യുമെൻറ്റിൻ്റെയും എൻ്റെ ക്വാളിഫിക്കേഷൻ്റെയും എൻ്റെ സ്പൗസിൻ്റെ ഡീറ്റെയിലൊക്കെ വെച്ച് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പ്രസ് എൻട്രിയിലാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പ്രൊഫൈല് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ അടിസ്ഥാനം എക്സ്പ്രസ് എൻട്രിയിൽ നിന്ന് നമ്മൾ ഓൾറെഡി എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പ്രേക്ഷകരെ, അല്ലേ? അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എക്സ്പ്രസ് എൻട്രി ആയതുകൊണ്ട് എക്സ്പ്രസ് എൻട്രിയിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈല്
സബ്മിറ്റ് ചെയ്തു. അതായത് ഞാൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ, എൻ്റെ കുടുംബവും ഞാനും കാനഡയിലേക്ക് എൻ്റെ എഡ്യൂക്കേഷൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കുടിയേറാൻ തയ്യാറാണെന്ന് ഗവൺമെൻറ്റിനെ ഞാൻ ബോധിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൊഫൈൽ ക്രിയേഷൻ എന്നാണ് ഇത് പറയാം. അതിൻ്റെ പ്ലാറ്റ്ഫോം ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇറ്റ് ഈസ് എക്സ്പ്രസ് എൻട്രി. നമ്മൾ അതിലൂടെ നമ്മുടെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇത് എനിക്ക് മാത്രമല്ല, ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും എലിജിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഔട്ട് ഓഫ് 100 67 പോയിൻ്റ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ എനിക്ക് യോഗ്യനാണ്. നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ചെയ്തു. ഞാൻ എക്സ്പ്രസ് എൻട്രിയിലൂടെ ഫെഡറൽ ഗവൺമെൻറ്റിനെ ഞാൻ അറിയിച്ചിരിക്കുകയാണ് ഞാൻ കാനഡയിലേക്ക് കുടിയേറാൻ എൻ്റെ ഫാമിലി തയ്യാറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ NOC അല്ലെങ്കിൽ TER നമ്പർ നോട്ടിഫിക്കേഷൻ വരും. NOC എന്ന് പറഞ്ഞാൽ നാഷണൽ ഒക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ. അവിടുത്തെ ഓരോ എക്സ്പീരിയൻസിനും ഒരു 5 ഡിജിറ്റ് നമ്പർ ഗവൺമെൻറ് തരും. എക്സാമ്പിൾ, ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണെന്ന് വെക്കുക, RN എന്ന കാറ്റഗറി, എനിക്കൊരു 5 ഡിജിറ്റ് നമ്പറുണ്ട്. ഞാനൊരു IT സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, എനിക്കൊരു 5 ഡിജിറ്റ് നമ്പറുണ്ട്. അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് ഇന്ന ആളെന്നല്ല, എൻ്റെ ഡിജിറ്റ് നമ്പറാണ്. NOC അല്ലെ TER, ട്രെയിനിങ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ആ സബ്മിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ അവർ ഈ FSW അല്ലെങ്കിൽ കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷനിലൂടെ ക്ഷണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ FSWയിൽ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് തന്നെ കാനഡയുടെ മറ്റുള്ള പ്രൊവിൻസുകളിലേക്ക് എൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുകൂടെ ഞാൻ ശ്രമിക്കും. അതായത് PNB വഴിയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുകൂടെ ഞാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഞാൻ കാണുന്നതാണ് ഒൻറ്റാരിയോ പ്രോവിൻസിലൊക്കെ IT പ്രൊഫഷണൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷം നോക്കുമ്പോൾ എൻ്റെ അതേ പ്രൊഫൈലുള്ള ആളുകളെ കാനഡയിലെ ഈ പ്രോവിൻസ് വിളിക്കുന്നുണ്ട്. ആൽബർട്ട പ്രോവിൻസ് വിളിക്കുന്നു, ഒൻറ്റാരിയോ പ്രോവിൻസ് വിളിക്കുന്നു, BC വിളിക്കുന്നു, നവാസ്കോഷ്യ പ്രോവിൻസ് വിളിക്കുന്നു. അപ്പം ഏതൊക്കെ പ്രോവിൻസിലേക്ക് എൻ്റെ സെയിം ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലുകളെ വിളിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ആ കാറ്റഗറിയിലേക്ക് എൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രോവിൻസിലേക്ക് നൽകും. അതായത് എനിക്ക് ഈ പ്രോവിൻസിലേക്കൂടെ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ ഓൾറെഡി ഫെഡറൽ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് എന്താണ്, എനിക്ക് FSW വഴി ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാമിലൂടെ കാനഡയിലേക്ക് കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷനിലൂടെ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമാണ്. അതാണ് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേഷൻ. അതോടൊപ്പം തന്നെ ഞാൻ മറ്റുള്ള പ്രോവിൻസിലേക്കും, അത് എൻ്റെ ജോലി സാധ്യതയും കഴിഞ്ഞ 5 വർഷത്തെ ഒരു എക്സാമ്പിൾ എടുത്ത് എൻ്റെ പ്രൊഫൈലുള്ള ആളുകളെ ഏറ്റവും അധികം വിളിച്ചിട്ടുള്ള പ്രൊവിൻസിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അവയുടേതാണ് എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്ന് പ്രൊവിൻസിനെ അറിയിക്കുക. ഞാൻ ലളിതമായിട്ട് പറഞ്ഞിരുന്നതാണ്, ടെക്നിക്കലായിട്ട് ഇങ്ങനെ പറയാം. ഞാൻ ആ പ്രൊവിൻസിനെ അറിയിക്കുന്ന പ്രോസസ്സാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. ഇനിയും നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊവിൻസ് വിട്ടുപോയി നോക്കുക, ഞാൻ അവിടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തില്ല, പക്ഷേ ആ പ്രൊവിൻസ് നോക്കിയപ്പോൾ എൻ്റെ കാറ്റഗറി പെടുന്ന ആൾ ഓക്കെ അവിടെ ആവശ്യമുണ്ട്, അപ്പോൾ എന്നെ അവർ FSW ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് അറിയിക്കുകയാണ്, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, താല്പര്യമുണ്ടോ ഇങ്ങോട്ട് വരാൻ. അപ്പോൾ അതിനെയാണ് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. എനിക്ക് നോട്ടിഫിക്കേഷൻ ഇൻട്രസ്റ്റ് വന്നു, ഓക്കെ, എനിക്ക് ആ പ്രോവിൻസ് താല്പര്യമില്ലെങ്കിൽ അത് നോ പറയാം, നിർബന്ധമൊന്നുമില്ല അത് പോകണം. യെസ്, ഓക്കെ, എനിക്ക് താല്പര്യമുണ്ട്, ഓക്കെ ആ പ്രോവിൻസ് കൊള്ളാം, എന്നെ അവർ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നു, ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇനി ആ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകി ആ പ്രോവിൻസിലേക്ക് നോമിനേറ്റ് ചെയ്യാം. സോ ഈ രണ്ട് അങ്ങോട്ടായത് പ്രൊവിൻസിലേക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിനെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നും പ്രൊവിൻസ് ഇങ്ങോട്ട് നമ്മളെ നോമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. സർ, ഈ PNBയുടെ ഓവറോൾ പ്രോസസ്സ് അല്ലെങ്കിൽ നോമിനേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ എക്സ്പ്രസ് എൻട്രിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റോ നമുക്ക് ലഭിച്ച ശേഷം നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് ആ പ്രോവിൻസ് ഓക്കെ ആണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഓഫ് ആ പ്രൊവിൻസ് നമുക്കൊരു 600 CRS സ്കോർ അഡീഷണലി തരും. സോ ഈ CRS സ്കോർ നമ്മൾ ഉള്ള പോയിൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു 350 355 ആണ് എൻ്റെ സ്കോർ. ഓക്കെ, പക്ഷേ എനിക്ക് അടുത്ത FSW ഡ്രോ നടക്കുന്നത് 500 ആണെങ്കിൽ ചിലപ്പോൾ എന്നെ വിളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രോവിൻസ് എന്ത് ചെയ്യുക, നമുക്ക് അഡീഷണലി 600 പോയിൻ്റ് തരും. സോ അത് നമുക്ക് നമ്മുടെ പോയിൻ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പം 655 + 600 ദാറ്റ് മീൻസ് 955 എന്ന സ്കോറിൽ എനിക്ക് എത്തുകയും അടുത്ത ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ സ്കോറിലെ നോമിനേഷൻ വഴി ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം വഴി എന്നെ അവർ നോമിനേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ ഇങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. PNB നൽകുന്നത്, പ്രൊവിൻഷ്യൽ നോമിനേഷൻ നൽകുന്നത് ഒരു നോമിനേറ്റ് ചെയ്യുന്നവർക്ക് ഈ പറയുന്ന 600 പോയിൻറ്റ് CRS സ്കോർ നൽകിയിട്ടാണ് അവരവരെ നോമിനേറ്റ് ചെയ്ത് കാനഡയിലേക്ക് ആ പ്രൊവിൻസിലേക്ക് ക്ഷണിക്കുന്ന പ്രോസസ്സ് നടക്കുക.
സോ ഈ ഒരു പ്രോസസ്സിന് ശേഷം നമുക്ക് നോമിനേഷൻ കിട്ടി, ആക്സെപ്റ്റൻസ് കിട്ടി, അപ്പം ബാക്കിയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഓക്കെ, നോർമലി ഇപ്പോൾ നമുക്ക് നോമിനേഷൻ ലഭിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് ഇൻവിറ്റേഷൻ ടു അപ്ലൈ ഫോർ പെർമനന്റ് റെസിഡൻസി ആണ്. അതായത് ഫെഡറൽ ഗവൺമെൻറ് നമുക്ക് അടുത്ത ഡ്രോയിൽ നോട്ടിഫിക്കേഷൻ നൽകും. ആ നോട്ടിഫിക്കേഷൻ കിട്ടിയ ശേഷം വീണ്ടും നമുക്ക് അടുത്ത പ്രോസസ്സാണ് COPR, കൺഫർമേഷൻ ഓഫ് പെർമനന്റ് റെസിഡൻസി. അതായത് ആ സമയത്താണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റിൻ്റെ മെഡിക്കൽ, ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, പോലീസ് ക്ലിയറൻസ് മുതലായവ നൽകി അവർ കാനഡയിലേക്ക് പരിപൂർണമായി മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തിനെയാണ് കൺഫർമേഷൻ ഓഫ് പെർമനന്റ് റെസിഡൻസി പ്രോസസ്സ് എന്ന് പറയുക. ഈ സമയമാണ് ആക്ച്വലി ഒരു പ്രൊഫഷണലിനെ നേരിട്ട് ഗവൺമെൻറ് ഒഫീഷ്യലോ അല്ലെങ്കിൽ കോൺസുലേറ്റുള്ള ആളുകളോ വെരിഫൈ ചെയ്യുന്നു. അതിന് മുമ്പെല്ലാം ഒരു ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. അവരുടെ ഒഫീഷ്യലി ഒരു വെരിഫിക്കേഷൻ നടക്കുന്ന സമയമാണ് COPR എന്ന് പറയുക, കൺഫർമേഷൻ ഓഫ് പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന സമയം. സോ അങ്ങനെ നമുക്ക് കൺഫർമേഷൻ ഓഫ് പെർമനന്റ് റെസിഡൻസി ഓക്കെ ആയി നമ്മുടെ പാസ്പോർട്ടിൽ വീസ സ്റ്റാമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി പോസ്റ്റ് ലാൻഡിങ് സർവീസസ് ആണ്. ഏത് പ്രൊവിൻസിലോട്ടാണോ നമ്മൾ പോകുന്നത് ആ പ്രൊവിൻസിലേക്ക് ലാൻഡിങ് സപ്പോർട്ട് നമ്മൾ അതിന് വേണ്ടി സെർച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആംസ്റ്റർ വഴിയാണെങ്കിൽ ഞങ്ങൾക്കൊരു ടീമുണ്ട്. ഏത് പ്രൊവിൻസിലാണെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ലാൻഡിങ് ടീമുകളുണ്ട്. സോ ദേ വിൽ സപ്പോർട്ട് ഈച്ച് ആൻഡ് എവറി കാൻഡിഡേറ്റ് ഫ്രം ആംസ്റ്റർ. ആംസ്റ്റർ മാത്രമല്ല എല്ലാ ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കും ഈ ഒരു സംവിധാനങ്ങൾ ഉണ്ടാവാം. സോ നമ്മൾ ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയുള്ള ലാൻഡിംഗ് സപ്പോർട്ടാണ്. അങ്ങനെ ആ പ്രൊവിൻസിലേക്ക് അവർക്ക് എത്താനുള്ള എല്ലാവിധമായ നിയമപരമായ സഹായങ്ങളും ആംസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സോ അവർക്ക് പീസ്ഫുള്ളായി ഒരു പെർമനന്റ് റെസിഡൻസി ഹോൾഡറായി പ്രൊവിൻസ് നോമിനേഷൻ വഴി ഈ പറയുന്ന FSW വഴി പോലെ പോകുന്ന പോലെ തന്നെ അവർക്ക് ഈ പ്രൊവിൻസിലേക്ക് തന്നെ നേരിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ PNB വരെ കിട്ടുന്ന PR-ഉം FSW വരെ കിട്ടുന്ന PR-ഉം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇത് രണ്ടും പെർമനന്റ് റെസിഡൻസിയാണ്, ഗവൺമെൻറ് ആണ് തരുന്നത്. അതും കാനഡ ഗവൺമെൻറ് ഒഫീഷ്യലി നമുക്ക് തരുന്നതാണ്. FSW വഴി നമുക്ക് PR കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡ ഏത് പ്രോവിൻസിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അത് X എന്നും Y എന്നും പ്രോവിൻസ് ഇല്ല, ഏത് പ്രോവിൻസിൽ. കാരണം നിങ്ങൾക്ക് ഫെഡറൽ ഗവൺമെൻറ് ആണ് PR തരുന്നത്. പക്ഷേ പ്രൊവിൻഷ്യൽ നോമിനേഷൻ വഴി കിട്ടുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പ്രൊവിൻസ് ആണോ PR തന്നത് ആ പ്രൊവിൻസിലേക്കാണ് നിങ്ങൾക്ക് എൻട്രൻസ് പ്രയോറിറ്റി ഉള്ളത്. മിനിമം നിലവിൽ നിയമപ്രകാരം ഒഫീഷ്യൽസ് പറയാറുള്ളത് 2 വർഷമെങ്കിലും ആ പ്രോവിൻസിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ദെൻ ആഫ്റ്റർ 2 years ഇഫ് യു വിഷ് യു കൻ മൈഗ്രേറ്റ് ഫ്രം അവിടുന്ന് വേറൊരു പ്രോവിൻസിലേക്ക് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മിനിമം 2 വർഷം നിങ്ങൾ ആ പ്രോവിൻസിൽ നിങ്ങളുടെ സേവനം നൽകണമെന്നാണ്. ഈ PNB എന്ന് പറയുന്നത് നമ്മുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലല്ല, എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രോവിൻസ് നിങ്ങളെ സ്പെഷ്യലായിട്ട് ഡോമിനേറ്റ് ചെയ്തതാണ്. സോ അതെപ്പോഴും ഓർത്ത് വെച്ചിട്ട് വേണം PNBയിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ നൽകാൻ. പക്ഷേ PNBയിലൂടെ കിട്ടുന്നതായ PR-ലും FSW കിട്ടുന്ന PR-ൻ്റെയും ബെനിഫിറ്റ്സ് ഒന്ന് തന്നെയാണ്, നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് തന്നെയാണ്. അത് വേറെ ഒരു വേർതിരിവോ അല്ലെങ്കിൽ അത് FSW കിട്ടുന്നവർക്ക് പ്രയോറിറ്റി അല്ലെങ്കിൽ ഇവർക്ക് പ്രയോറിറ്റി കുറവ് അങ്ങനെയൊന്നുമില്ല. എല്ലാം PR തന്നെയാണ്. പക്ഷേ PNB വന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ആ പ്രൊവിൻസ് നിങ്ങളെ ആവശ്യപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും ആ പ്രൊവിൻസിൽ നിങ്ങളെ സേവനം ചെയ്യാൻ തയ്യാറാകുക, അവിടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. സോ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് PNBയെ പറ്റിയാണ്. സോ PNBയിലൂടെ കിട്ടുന്ന PR-നെ പറ്റി, PNB നമുക്ക് ഏത് പ്രൊവിൻസിലോട്ട് അപ്ലൈ ചെയ്യാം, എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു ഓവറോൾ പ്രോസസ് ഒക്കെ എന്നാണ് സാർ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആംസ്റ്റർ ഇമിഗ്രേഷൻസിൻ്റെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ സ്ലോട്ട് ബുക്ക് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. നമ്മൾ കാനഡ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ ഇതിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കാരണം 2025, 26, 27 ഏറ്റവും അധികം മലയാളികൾ കാനഡയിലേക്ക് നേരിട്ട് കുടിയേറാൻ പോകുന്നത് ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴി തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ ഇമിഗ്രേഷൻ എക്സ്പേർട്സ് പറയുന്നത്. സോ നമ്മൾ അതിനകത്ത് ഒത്തിരി പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെ. സോ ഇനി വെറും ഇമിഗ്രൻസ് ഒക്കെ ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫോർമാലിറ്റി ആയിരിക്കും PNB. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് ആംസ്റ്റർ ഇമിഗ്രേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഇൻഫർമേഷൻ. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് ദിസ് ഇസ് ഷാന സൈനിങ് ഓഫ് ഫ്രം പറക്കാം സ്വപ്ന രാജ്യത്തേക്ക്, presented by ആംസ്റ്റർ ഇമിഗ്രേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. Hello, I'm Dr. Divya Jacob Thomas. ഞാൻ കറൻ്റ്ലി കേരള ഹെൽത്ത് സർവീസിൽ അസിസ്റ്റൻറ്റ് സർജനായിട്ട് വർക്ക് ചെയ്യാണ്.
എൻ്റെ ഹസ്ബൻഡും ഡോക്ടറാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. പല കൺസൾട്ടൻസിൻ്റെയോട് സംസാരിച്ചതിന് ശേഷം വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഞങ്ങൾ ആംസ്റ്റർ ചൂസ് ചെയ്തുകൊണ്ട്. ആംസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടോ എന്ന് നോക്കിയിട്ടേ നമ്മളെ ഈ ഇതിലോട്ട് പ്രഷറൈസ് ചെയ്യത്തുള്ളൂ, എന്ന് വെച്ചാൽ കാര്യങ്ങൾ പറയത്തുള്ളൂ. സോ ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. ഞങ്ങൾക്ക് എല്ലാ ഡോക്യുമെൻറ്റേഷൻ ചെയ്തു തന്നത് ആംസ്റ്ററാണ്. PNP വഴി അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഒണ്ടാരിയോയിൽ ഞങ്ങൾക്ക് PNP നോമിനേഷൻ കിട്ടി. അതുവഴി ഇപ്പോൾ എക്സ്പ്രസ് എൻട്രിയിൽ കിട്ടി, ഞങ്ങൾക്ക് പാസ്പോർട്ടിൽ COPR അടിച്ചു കിട്ടി. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ആംസ്റ്റർ ആൻഡ് ഗോഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. they also have a process post arrival. അവർ ഹെൽപ്പ് ചെയ്യും നമ്മളെ അക്കോമഡേഷൻ തപ്പാനും ജോബ് സെർച്ചിനുള്ള എല്ലാ പ്രോസസ്സിലും ഉണ്ട്. ആൻഡ് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു റാം ബബർ സർ ആൻഡ് കാനഡയിലുള്ള ടീമും. അവർ വളരെ പേഷ്യൻസോടെ എൻ്റെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരികയും എൻ്റെ എല്ലാ പ്രോസസ്സിലും അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ആംസ്റ്റർ. ആംസ്റ്ററിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് പേഴ്സൺ കോൺടാക്ട് വരുന്നത് എനിക്ക് ജ്യോതിയായിട്ടാണ്. ഷീ വാസ് ഹെൽപ്പിംഗ് വിത്ത് മൈ ഡോക്യുമെൻറ്റ്സ്. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, മെസ്സേജ് അയക്കാം. അവർ ഭയങ്കര കംഫർട്ടായിരുന്നു. എന്ത് ഡൗട്ടും സില്ലി ഡൗട്ട്സൊക്കെ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഏത് സമയത്ത് വിളിച്ചാലും വളരെ നല്ല റെസ്പോൺസിബിൾ ആയിട്ട് നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. കാനഡയിൽ PR കിട്ടുക എന്നുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര ടഫായിരിക്കുന്നതാണ്. പക്ഷേ ആംസ്റ്ററിൽ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് സ്റ്റുഡൻറ്റ് വിസയൊക്കെ എടുത്ത് കുറേ കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നൊരു ഓപ്ഷനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവരാണ് എനിക്കൊരു ഗൈഡൻസ് തന്നത്. PR എടുക്കാം, ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും, അത്രയും അഡ്വാൻറ്റേജ് ഉണ്ടാകും അതിന്. അങ്ങനെയാണ് ഞാൻ ഈ ആംസ്റ്റർ വഴിയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. സോ ഇപ്പം ഞാൻ അതിൻ്റെ ഒരു 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കൊരു ഇൻട്രസ്റ്റ് ഇത് വന്നിട്ടുണ്ട് ഒണ്ടാരിയോ പ്രൊവിൻസിൽ നിന്ന്. ഇവരുടെ കംപ്ലീറ്റ് ഹെൽപ്പ് ഉണ്ടായിരുന്നു നന്നായിട്ട്. സോ ഇതെൻ്റെ ഒരു ഡ്രീമാണ് ആൻഡ് ഐ ആം അച്ചീവിങ് ദാറ്റ്.